നെക്സ്റ്റ് ടോപ്പിക്ക് ടൈപ്സ് ഓഫ് ലേസേഴ്സ് ആണ്. ലേസറിനെ അഞ്ച് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 5 മേജർ കാറ്റഗറിയാണ്. എന്തിൻ്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്? ഓൺ ദ ബേസിസ് ഓഫ് ടൈപ്പ് ഓഫ് ആക്റ്റീവ് മീഡിയം. ആക്റ്റീവ് മീഡിയത്തിൻ്റെ ടൈപ്പ് ഏതാണ് അതിനെ ബേസ് ചെയ്തുകൊണ്ട് 5 കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് 5 എണ്ണം? സോളിഡ് സ്റ്റേറ്റ് ലേസർ, ഗ്യാസ് ലേസർ, ലിക്വിഡ് ലേസർ, ഡൈ ആൻഡ് കെമിക്കൽ ലേസർ, സെമി കണ്ടക്ടർ ലേസർ. അപ്പോൾ 5 കാറ്റഗറി ഏതൊക്കെയാണ്? സോളിഡ് സ്റ്റേറ്റ് ലേസർ ഉണ്ട്, ഗ്യാസ് ലേസർ ഉണ്ട്, ലിക്വിഡ് ലേസർ ഉണ്ട്, ഡൈ ആൻഡ് കെമിക്കൽ ലേസർ ഉണ്ട്, സെമി കണ്ടക്ടർ ലേസർ ഉണ്ട്. ആദ്യം പഠിക്കുന്നത് സോളിഡ് സ്റ്റേറ്റ് ലേസറാണ്. സോളിഡ് സ്റ്റേറ്റ് ലേസറിനകത്ത് ആക്റ്റീവ് മീഡിയം എന്ന് പറയുന്നത് ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് ആണ്. സോളിഡ് സ്റ്റേറ്റ് ലേസറിനകത്ത് ആക്റ്റീവ് മീഡിയം എന്താ? ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആദ്യം പഠിക്കാനുള്ള ലേസർ റൂബി ലേസറാണ്. ഈ റൂബി ലേസർ എന്ന് പറയുന്നതാണ് 1960 മെയ്മാൻ ഡെവലപ്പ് ചെയ്ത ഫസ്റ്റ് സക്സസ്ഫുൾ ലേസറാണ്. ഏത്? റൂബി ലേസർ. അപ്പോൾ ആദ്യമായി ഡെവലപ്പ് ചെയ്ത ലേസർ ഏതാ? റൂബി ലേസറാണ്. 1960 മെയ്മാനാണ് ഡെവലപ്പ് ചെയ്തത്. ഇതാണ് ഫസ്റ്റ് സക്സസ്ഫുൾ ലേസർ എന്ന് പറയുന്നത്. ഇതിനകത്തെ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് അല്ല ആക്റ്റീവ് മീഡിയം എന്താണ്? അത് റൂബിയാണ്. ഇതിനകത്തെ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ആക്റ്റീവ് മീഡിയം ഏതാണ്? റൂബിയാണ്. റൂബി എന്ന് പറയുന്നത് അലുമിനിയം ഓക്സൈഡ് ആണ്. ഈ അലുമിനിയം ഓക്സൈഡിനകത്ത് 0.05% ബൈ വെയിറ്റ് എന്ത് ആഡ് ചെയ്തിട്ടുണ്ട്? ക്രോമിയം ഓക്സൈഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് റൂബി എന്ന് പറയുന്നത്. അലുമിനിയം ഓക്സൈഡിനകത്ത് 0.05% ബൈ വെയിറ്റ് ക്രോമിയം ഓക്സൈഡ് ആഡ് ചെയ്തേക്കുന്നതിനെയാണ് റൂബി എന്ന് പറയുന്നത്. പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യുന്ന മെത്തേഡ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ റൂബി ലേസറിനകത്ത് പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? അത് ഒപ്റ്റിക്കൽ പമ്പിംഗ് ആണ്. ഒപ്റ്റിക്കൽ പമ്പിങ്ങിനകത്ത് സെനോൺ ഫ്ലാഷ് ട്യൂബാണ് യൂസ് ചെയ്യുന്നത്. റൂബി ലേസറിനകത്ത് യൂസ് ചെയ്യുന്നത് സെനോൺ ഫ്ലാഷ് ട്യൂബാണ്. എന്തിനാണ്? ഒപ്റ്റിക്കൽ പമ്പിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണ് ഒപ്റ്റിക്കൽ പമ്പിങ് ചെയ്യുന്നത്? പോപ്പുലേഷൻ ഇൻവേർഷന് വേണ്ടിയിട്ടാണ് ഒപ്റ്റിക്കൽ പമ്പിങ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ സെനോൺ ഫ്ലാഷ് ട്യൂബ് വെച്ച് ഒപ്റ്റിക്കൽ പമ്പിങ് ചെയ്യുമ്പം നമ്മുടെ ക്രോമിയം അയോൺസിനെ എന്ത് ചെയ്യും? ക്രോമിയം അയോൺസിനെ എക്സൈറ്റ് ചെയ്തിട്ട് അതിനെയാണ് അപ്പർ എനർജി ലെവലിലേക്ക് റേസ് ചെയ്യുന്നത്. അപ്പോൾ ഒപ്റ്റിക്കൽ പമ്പിങ് ചെയ്യുമ്പം ക്രോമിയം അയോൺ Cr3+ അയോൺസിനെ അതിനെയാണ് എക്സൈറ്റ് ചെയ്തിട്ട് ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഈ ക്രോമിയം അയോൺസ് എനർജി അബ്സോർബ് ചെയ്തിട്ട് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയ E0യിൽ നിന്ന് E1 അല്ലെങ്കിൽ E2 2 സ്റ്റേറ്റ് പറയുന്നുണ്ട്. E1 അല്ലെങ്കിൽ E2 ഇതിലേതെങ്കിലും ഒരു സ്റ്റേറ്റിലേക്ക് പോകും. ഈ E1ഉം E2ലും ചെന്ന് കഴിയുമ്പം അവിടുന്ന് എന്ത് ചെയ്യും? അവിടുന്ന് തിരിച്ച് E എന്ന് പറയുന്ന ഒരു മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് വരും. അപ്പോൾ ഓർക്കേണ്ട കാര്യം, ആദ്യം ക്രോമിയം അയോൺസ് എവിടെയാ? ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ്. അപ്പോൾ നമ്മൾ ഒപ്റ്റിക്കൽ പമ്പിങ് ചെയ്യും. ഇവർ എക്സൈറ്റഡ് ആവും. ഇവർ എക്സൈറ്റഡ് ആയിട്ട് ഒന്നെങ്കിൽ E1 അല്ലെങ്കിൽ E2 ഇതിലേതെങ്കിലും ഒരു സ്റ്റേറ്റിലോട്ട് പോകും. അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്ത് പറ്റും? ഇവർ എന്ത് ചെയ്യും? റേഡിയേഷൻ ഒന്നും ഇല്ലാതെ, റേഡിയേഷൻ വിടാതെ ഒരു ട്രാൻസിഷൻ നടത്തും. അതെങ്ങോട്ടാണ്? അത് ഇയിലോട്ടാണ്. ഇ എന്ന് പറയുന്നത് ഒരു മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ആണ്. അപ്പം ഇയിലോട്ട് ട്രാൻസിഷൻ നടത്തും. അങ്ങനെ ഇയിലേക്ക് വന്നിരിക്കും. ഈ ഇയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഇന്ന് പിന്നെ ഉള്ള ഡീക്കെ വളരെ സ്ലോ ആണ്. അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് സ്റ്റേറ്റ് E0യും ഇയും തമ്മിൽ ഒരു പോപ്പുലേഷൻ ഇൻവേർഷൻ നടക്കും. അതായത് E0യിലുള്ളതിലും കൂടുതൽ അയോൺസ് എവിടെയുണ്ട്? ഇയിലുണ്ട്. അങ്ങനെ വരുമ്പോൾ അവിടെ പോപ്പുലേഷൻ ഇൻവേർഷൻ നടക്കും. ഇനി ഫോട്ടോൺസ്, ഈ ഇതിനകത്തുള്ള ആക്റ്റീവ് മീഡിയത്തിലുള്ള ഫോട്ടോൺസ് ആക്റ്റീവ് മീഡിയത്തിൻ്റെ 2 എൻഡിലും മിറർ ഉള്ളതുകൊണ്ട് എന്നാ പറ്റും? അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്ക് ആൻഡ് ഫോർത്ത് റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അങ്ങനെ ഒരു പോയിന്റ് എത്തുമ്പം ലേസർ ആക്ഷന് കറക്റ്റായിട്ടുള്ള കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും. അങ്ങനെ വരുമ്പം ഇയിൽ നിന്ന് E0യിലോട്ട് ഒരു ട്രാൻസിഷൻ ഉണ്ടാകും. ആ ട്രാൻസിഷൻ നടക്കുമ്പം ലേസർ പൾസ് എമിറ്റ് ആവും. ഇയിൽ നിന്ന് E0യിലോട്ട് ട്രാൻസിഷൻ നടന്ന് എമിറ്റ് ആവുന്ന ലേസർ പൾസിൻ്റെ വേവ് ലെങ്ത് 6934 ആംസ്ട്രോങ് ആണ്. 6934 ആംസ്ട്രോങ് ആണ് ഇവിടെ എമിറ്റ് ചെയ്യുന്ന ലേസറിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഈ പ്രോബ്ലം ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഈ പ്രോബ്ലം ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ E = NhC/λ എന്നാണ്. E = NhC/λ. ഇവിടെ n എന്ന് പറയുന്നത് എന്താ? n എന്ന് പറയുന്നത് ക്രോമിയം അയോണിൻ്റെ കോൺസെൻട്രേഷനാണ്. അതായത് 3 × 10⁻20 വരും. ഹെച്ചിൻ്റെ വാല്യൂ എത്രയാണ്? ഹെച്ചിൻ്റെ വാല്യൂ 6.626 × 10⁻34 വരും. സിയുടെ വാല്യൂ നമുക്കറിയാം 3 × 10⁸ m/s ആണ്. ലാംഡ എത്രയാണ്? ലാംഡ ക്വസ്റ്റ്യന് തന്നേക്കുന്നത് 6630 × 10⁻10 വരും. സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 90 ആണ്.
നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് എൻഡിയാഗ് ലേസറാണ്. എൻഡിയാഗ് ലേസർ. എൻഡിയാഗ് ലേസർ എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ പമ്പിങ് നടത്തുന്ന അടുത്ത ഒരു സോളിഡ് സ്റ്റേറ്റ് ലേസറാണ്. നമ്മൾ സോളിഡ് സ്റ്റേറ്റ് ലേസറാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് റൂബി ലേസറാണ്. രണ്ടാമത്തെ സോളിഡ് സ്റ്റേറ്റ് ലേസറാണ് എൻഡിയാഗ് ലേസർ. എൻഡിയാഗ് ലേസറിനകത്ത് ഒപ്റ്റിക്കൽ പമ്പിങ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഈ എൻഡിയാഗ് ലേസർ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? വെരി ഹൈ പവർ എമിഷൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ടിടത്താണ് എൻഡിയാഗ് ലേസർ യൂസ് ചെയ്യുന്നത്. എൻ ഡി എന്ന് പറഞ്ഞാൽ എന്താ? എൻ ഡി എന്ന് പറഞ്ഞാൽ നിയോഡിമിയം എന്ന് പറയുന്ന റെയർ എർത്ത് എലമെൻ്റാണ് എൻ ഡി എന്ന് പറയുന്നത്. യാഗ് എന്താ? യാഗ് എന്ന് പറയുന്നത് ഇട്രിയം അലുമിനം ഗാർനെറ്റ് ആണ്. ഇട്രിയം അലുമിനം ഗാർനെറ്റ്, അതായത് Y3Al5O12. Y3Al5O12 ആണ് യാഗ് എന്ന് പറയുന്നത്. ഇട്രിയം അലുമിനിയം ഗാർനെറ്റ് ആണ് യാഗ് എന്ന് പറയുന്നത്. ഇനി ഈ ലേസറിനകത്ത് ആക്റ്റീവ് മീഡിയം എന്താണെന്ന് നോക്കാം. ഈ ലേസറിനകത്ത് ആക്റ്റീവ് മീഡിയം ക്രിസ്റ്റലൈൻ സ്ട്രക്ചറാണ്. ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ എന്തിൻ്റെയാണ്? Y3Al5O12 യാഗ് അഥവാ ഇട്രിയം അലുമിനിയം ഗാർനെറ്റ്. ഇതിനെ ഡോപ്പ് ചെയ്യും. എന്ത് വെച്ചാൽ ഡോപ്പ് ചെയ്യുന്നത്? നിയോഡിമിയം അഥവാ ND3+ വെച്ചിട്ടാണ് ഡോപ്പ് ചെയ്യുന്നത്. സോ ഈ ലേസറിനകത്ത് എൻഡിയാഗ് ലേസറിനകത്ത് ആക്റ്റീവ് മീഡിയം ക്രിസ്റ്റലൈൻ സ്ട്രക്ചറാണ്. ഇട്രിയം അലുമിനിയം ഗാർനെറ്റിൻ്റെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറാണ്. ഇറ്റ് ഈസ് ഡോപ്ഡ് വിത്ത് നിയോഡിമിയം ND3+ വെച്ച് ഡോപ്പ് ചെയ്തേക്കുന്ന യാഗ് ഇട്രിയം അലുമിനിയം ഗാർനെറ്റ് ആണ് ഇതിൻ്റെ ആക്റ്റീവ് മീഡിയം എന്ന് പറയുന്നത്. ഇതൊരു 4 ലെവൽ ലേസറാണ്. നമ്മൾ ഇതിൻ്റെ എനർജി ഡയഗ്രാം നോക്കിയാൽ അറിയാം. ഇതൊരു 4 ലെവൽ ലേസറാണ്. ഇത് ഹൈ പവർ എമിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഗെയിൻ കൂടുതലാണ്. മോർ ഗെയിൻ ആൻഡ് ലോ ത്രഷോൾഡ് പമ്പ് പവർ. നമ്മൾ പറഞ്ഞു എൻഡിയാഗ് ലേസറിനകത്ത് ഒപ്റ്റിക്കൽ പമ്പിംഗ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യാനായിട്ട് സെനോൺ അല്ലെങ്കിൽ ക്രിപ്റ്റോൺ ഫ്ലാഷ് ട്യൂബാണ് യൂസ് ചെയ്യുന്നത്. പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യാൻ സെനോൺ അല്ലെങ്കിൽ ക്രിപ്റ്റോൺ ഫ്ലാഷ് ട്യൂബാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പം ND3+ അയോൺസ് എക്സൈറ്റ് ആവും. ND3+ അയോൺസ് ആണ് ഇവിടെ എക്സൈറ്റ് ആവുന്നത്. എൻഡിയാഗ് ലേസറിനകത്ത് ലേസർ ട്രാൻസിഷൻ എന്ന് പറയുന്നത് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിൽ നിന്നും ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്കാണ്. അപ്പോൾ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിൽ നിന്നും ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്കുള്ള ട്രാൻസിഷൻ നടക്കുമ്പോഴാണ് ഇവിടെ ലേസർ ബീം എമിറ്റ് ചെയ്യുന്നത്. എമിറ്റ് ചെയ്യുന്ന ലേസർ ബീം എന്ന് പറയുന്നത് ഇൻഫ്രാറെഡ് റീജിയനിലായിരിക്കും. എമിറ്റ് ചെയ്യുന്ന ലേസർ ബീം ഏത് റീജിയനിലാണ്? ഇൻഫ്രാറെഡ് റീജിയനിലാണ്. സോ ഫ്ലാഷ് ലാമ്പ് ഓൺ ചെയ്യുമ്പം എന്നാ പറ്റും? ഫ്ലാഷ് ലാമ്പ് ഓൺ ചെയ്യുമ്പോൾ നിയോഡിമിയം അയോൺസ് എനർജി അക്വയർ ചെയ്ത് എക്സൈറ്റഡ് ആയി E3 അല്ലെങ്കിൽ E4 എനർജി ലെവലിലെത്തും. അപ്പോൾ ഫ്ലാഷ് ലാമ്പ് ഓൺ ചെയ്താൽ നിയോഡിമിയം അയോൺസ് എനർജി അക്വയർ ചെയ്യും. എന്നിട്ട് അവർ എക്സൈറ്റഡ് ആയിട്ട് E3 അല്ലെങ്കിൽ E4 എന്ന സ്റ്റേജിലെത്തും. ഇനി ഗ്രൗണ്ട് സ്റ്റേറ്റ് E0യിൽ നിന്ന് E3 അല്ലെങ്കിൽ E4ൽ എത്താൻ വേണ്ടി അവർ അബ്സോർബ് ചെയ്യുന്ന റേഡിയേഷൻ്റെ വേവ് ലെങ്ത് എത്രയാണ്? 0.73 മില്ലിമീറ്ററും 0.80 മില്ലിമീറ്ററുമാണ്. എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ND3+ നിയോഡിമിയം അയോൺസ് സ്റ്റേബിൾ അല്ല. E3യിലും E4ലും ഈ നിയോഡിമിയം അയോൺസ് സ്റ്റേബിൾ അല്ല. അതുകൊണ്ട് എന്ത് പറ്റും? E3 അല്ലെങ്കിൽ E4ൽ നിന്ന് ഇവർ റേഡിയേഷൻ ഒന്നും എമിറ്റ് ചെയ്യാതെ E2യിലോട്ട് ട്രാൻസിഷൻ നടത്തും. E3 അല്ലെങ്കിൽ E4ൽ ഇവർ നിയോഡിമിയം അയോൺസ് സ്റ്റേബിൾ അല്ല. അതുകൊണ്ട് ഇവർ റേഡിയേഷൻ എമിറ്റ് ചെയ്യാതെ ഏത് സ്റ്റേറ്റിലേക്ക് ട്രാൻസിഷൻ നടത്തും? E2യിലേക്ക് ട്രാൻസിഷൻ നടത്തും. E2 എന്ന് പറയുന്നത് ഒരു മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ആണ്. E2 എന്താണ്? മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ആണ്. പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യുന്നത് വരെ നിയോഡിമിയം അയോൺസ് E2യിൽ കണ്ടിന്യൂ ചെയ്യും. ഈ E2യിൽ നിയോഡിമിയം അയോൺസ് നിൽക്കുമ്പോൾ എന്നാ പറ്റും? കുറച്ച് കഴിയുമ്പം ഗ്രൗണ്ട് സ്റ്റേറ്റിനേക്കാളും കോൺസെൻട്രേഷൻ അവിടെയാവും, E2യിലാവും. അപ്പം E2യിലെ പോപ്പുലേഷൻ കൂടും. സോ പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ആയി കഴിയുമ്പം എന്നാ പറ്റും? പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ആയാൽ E2യിൽ നിന്ന് E1ലേക്ക് ഒരു ട്രാൻസിഷൻ നടക്കും. E2യിൽ നിന്നും E1ലേക്കാണ് ഇവിടെ ട്രാൻസിഷൻ നടക്കുന്നത്. E2യിൽ നിന്ന് E1ലേക്ക് നടക്കുന്ന ട്രാൻസിഷനകത്താണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ ഉണ്ടാവുന്നത്. അങ്ങനെ സ്റ്റിമുലേറ്റഡ് എമിഷൻ നടന്ന് എമിറ്റ് ചെയ്യുന്ന ലേസറാണ് 1.064 മില്ലിമീറ്റർ വേവ് ലെങ്ത് ഉള്ള ലേസർ എന്ന് പറയുന്നത്. സോ E2യിൽ നിന്ന് E1ലേക്ക് ട്രാൻസിഷൻ നടക്കുമ്പോൾ സ്റ്റിമുലേറ്റഡ് എമിഷൻ നടന്ന് എമിറ്റ് ചെയ്യുന്ന ലേസറാണ് 1.064 മില്ലിമീറ്റർ വേവ് ലെങ്ത് ഉള്ള ഇൻഫ്രാറെഡ് റീജിയനിലുള്ള ലേസറാണ്.
അപ്പം നിയോഡിമിയം E1-ലെത്തി. നിയോഡിമിയം അയോൺസ് ഇപ്പോൾ എവിടെയാണ്? E1-ലാണ്. E1-ൽ നിന്ന് E0-യിലേക്ക് റേഡിയേഷൻ ഒന്നും ഇല്ലാതെയുള്ള ട്രാൻസിഷനാണ് നടക്കുന്നത്. സോ നമുക്ക് പറയാൻ പറ്റും, ആദ്യം നിയോഡിമിയം എക്സൈറ്റഡ് ആയി എങ്ങോട്ട് പോകും? E3 അല്ലെ E4-ൽ പോകും. E3 അല്ലെങ്കിൽ E4-ൽ ചെന്നാൽ അവിടെ സ്റ്റേബിൾ അല്ല, അതുകൊണ്ട് അവർ എങ്ങോട്ട് പോകും? അവർ E2-യിലോട്ട് വരും. E2 എന്ന് പറയുന്നത് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ആണ്. ഈ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിൽ നിന്നിട്ട് അവരെങ്ങോട്ടാണ് ട്രാൻസിഷൻ നടത്തുന്നത്? E2-ൽ നിന്ന് E1-ലേക്ക് ഒരു സ്റ്റിമുലേറ്റഡ് എമിഷൻ കൂടെ ഉള്ള ട്രാൻസിഷനാണ് നടക്കുന്നത്. അപ്പോൾ എമിറ്റ് ചെയ്യുന്ന ലേസർ 1.064 മില്ലിമീറ്റർ ആണ് വേവ് ലെങ്ത് വരുന്നത്. ഇത് ഇൻഫ്രാറെഡ് റീജിയനിലുള്ള ലേസറാണ്. ഇനി E1-ൽ നിന്ന് E0-യിലേക്ക് റേഡിയേഷൻ ഒന്നും എമിറ്റ് ചെയ്യാതെ ഒരു ട്രാൻസിഷനാണ് നടക്കുന്നത്. ഇനി ഈ ലേസറിൻ്റെ പ്രത്യേകതയാണ്, ഇതിന് മാക്സിമം ഔട്ട്പുട്ട് പവർ ഡെലിവറി ചെയ്യാൻ പറ്റുന്നത് 70 വാട്ടാണ്. മാക്സിമം ഔട്ട്പുട്ട് പവർ ഡെലിവറി ചെയ്യാൻ പറ്റുന്നത് എത്രയാണ്? 70 വാട്ടാണ്. ഇനി Nd:YAG ലേസറിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കിയാൽ കമ്മ്യൂണിക്കേഷൻ ആപ്ലിക്കേഷനകത്ത് സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. റിമോട്ട് സെൻസിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എൻഡോസ്കോപ്പിക് ആപ്ലിക്കേഷൻ മെഡിസിൻ ഫീൽഡിൽ യൂസ് ചെയ്യുന്നുണ്ട് എൻഡോസ്കോപ്പിക് ആപ്ലിക്കേഷൻസിന്. അതുപോലെ ഡ്രില്ലിങ്, വെൽഡിങ്, റെസിസ്റ്റർ ട്രിമ്മിങ് അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഡ്രില്ലിങ്, വെൽഡിങ്, റെസിസ്റ്റർ ട്രിമ്മിങ്ങിനൊക്കെ. പിന്നെ മെഡിക്കൽ സർജറിക്കും ഡെൻ്റൽ സർജറിക്കുമൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ പറഞ്ഞ Nd:YAG ലേസറിൻ്റെ ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ്? കമ്മ്യൂണിക്കേഷൻ ഫീൽഡിൽ സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ റിമോട്ട് സെൻസിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട്. എൻഡോസ്കോപ്പിക് ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യുന്നുണ്ട്. ഡ്രില്ലിങ്, വെൽഡിങ്, റെസിസ്റ്റർ ട്രിമ്മിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്. മെഡിക്കൽ സർജറി, ഡെൻ്റൽ സർജറി ഇതിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം. വേവ് ലെങ്ത് ഓഫ് Nd:YAG ലേസർ ലൈറ്റ് ഈസ്. ഇത് PSC നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വേവ് ലെങ്ത് ഓഫ് Nd:YAG ലേസർ ലൈറ്റ് എന്ന് പറയുന്നത് 1064 നാനോ